ഹലോ, നമ്മളിതാ മിഠായി തെരുവിൽ രാവിലെ തന്നെ 7 മണി 8 മണി നേരം സമയം വരെ മാറിപ്പോകുന്നു. അമ്മാതിരി തണുപ്പ്, മഴ, ചുമ്മാ ഇറങ്ങിയതാണ് രാവിലെ തന്നെ. അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഒരു 8 മണി നേരത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇത്. നല്ല മഴയാണ്, നല്ല ചാറ്റൽ മഴയുണ്ട്. ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങുന്നുള്ളൂ. പിന്നെ ഒന്നാമത്തെ നബിദിനാണ്, അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്. 1-ാം ഓണം കൂടെയാണ്. നമ്മളിങ്ങനെ നടന്നു നോക്കുകയാണ്. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ മഴയൊക്കെ മാറി, നല്ല വെയിലായിട്ടുണ്ട്, നല്ല കാലാവസ്ഥയായിരുന്നു. ഇത് നമ്മൾ നൈറ്റല്ല, വൈകുന്നേരം ഒരു സമയമാണ്. നമ്മൾ രാവിലെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൈകിട്ടും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം സമയത്ത് നല്ല തിരക്കായി. രാവിലെ കണ്ട പോലെ ഒന്നുമില്ല, നല്ല ആളുകളുണ്ട്, നല്ല തിരക്കുണ്ട്. മിഠായി തെരുവിൻ്റെ ഒരു അവസ്ഥയാണ് വൈകുന്നേരം ആകുമ്പോൾ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ, രാവിലെ ആയാലും വൈകുന്നേരം ആണെങ്കിലും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം അത്യാവശ്യം ആളുണ്ട്, തിരക്കുണ്ട്. കുറച്ച് നൈറ്റായപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, നല്ല തിരക്കുണ്ട്. തിരക്കിനൊന്നും ഒരു പഞ്ഞുമില്ല, നല്ല ആളുകളുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാളയം മാർക്കറ്റിലേക്ക് പോയി. പാളയം മാർക്കറ്റിലെ അവസ്ഥയാണിത്. പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കച്ചവടം, സ്റ്റാൻഡ് നിറയെ പൂക്കളും കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. കച്ചവടക്കാരും ആളുകളുമായിട്ട് പൂക്കളും വാങ്ങാനായിട്ട് നിരന്ന് നിൽക്കുകയാണ്. തിരുവോണത്തിൻ്റെ തലേ ദിവസമാണിത്. ഉണ്ടോ, നല്ല തിരക്കാണ്. വണ്ടികളും കാര്യങ്ങളുമായിട്ട് ബ്ലോക്കും എല്ലാം കൂടെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ്. നല്ല രീതിക്ക് പൂക്കളും കാര്യങ്ങളൊക്കെ ആദായത്തിന് കിട്ടുന്നുമുണ്ട്. ഓവർവ്യൂ ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു രാത്രി ഒരു 10-11 മണി നേരം ആണ് നമ്മളിപ്പം പാളയത്തുള്ളത്. 11 മണി 11:30 നേരമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂക്കളൊക്കെ ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ തിരുവോണദിനത്തിൻ്റെ തലേന്ന് നമ്മൾ രാത്രി പാളയം മാർക്കറ്റിലൊക്കെ പോയി ഭയങ്കര രസമാണ്. അത്യാവശ്യം ആളുകളും ഉണ്ടാവും. നല്ല രീതിക്ക് ബ്ലോക്കും കാര്യങ്ങളും തിരക്കും ആളുകളെ കൊണ്ട് നിറഞ്ഞ് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിക്ക് നല്ല രസമാണ്. രാത്രി തിരുവോണത്തിന് തലേന്ന് രാത്രിയൊക്കെ നമ്മൾ പാളയം കോഴിക്കോടൊക്കെ പോവുകയാണെങ്കിൽ. പിന്നെ നമ്മളത് കഴിഞ്ഞ് നേരെ ഒരു സമയമൊക്കെ ആയപ്പോൾ നമ്മൾ തളി ക്ഷേത്രമുണ്ട്, നമ്മുടെ ശിവൻ്റെ ശിവപാർവതി ക്ഷേത്രമായ തളി ക്ഷേത്രത്തിലേക്ക് നമ്മൾ വന്നു. അവിടെ ഒന്ന് കണ്ടു. അവിടുത്തെ കാഴ്ചകളാണ്.